தீ இது தளபதி பேரு கேட்ட விசிலடி தீ ഇത് തളപതി ഉങ്ക നെഞ്ചിനധിപതി ഉങ്ക നെഞ്ചിനല്ല ഞങ്ങളുടെ നെഞ്ചിനധിപതിയായിരുന്നു ശരിക്കും ഇന്നലെ തളപതി നമ്മുടെ സ്വന്തം ജഡ്ഡു ബായ് അങ്ങനെ തന്നെ പറയാം. ശരിക്കും നമ്മൾ പറയില്ലേ ഒരു പെർഫെക്റ്റ് ഓൾറൗണ്ടർ ആരാണെന്ന് ഒരു എക്സാമ്പിൾ കാണിക്കാൻ പറഞ്ഞാൽ ഇന്നലത്തെ മാച്ച് എടുത്ത് കാണിച്ചു കൊടുത്താൽ മതി. RR വേഴ്സസ് LSG. കാരണം ഇന്നലത്തെ മാച്ച് RR 40 റൺസിന് ജയിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു പേരേ ഉള്ളൂ, തളപതി അല്ലെങ്കിൽ ജഡ്ഡു ബായ്. ബാക്കി ടീം എഫേർട്ട് ഉണ്ട്, പക്ഷെ എന്നാലും അതിലൊരു കംപ്ലീറ്റ് ഒരു വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയതും അല്ലെങ്കിൽ അത്രയും വലിയൊരു കോൺട്രിബ്യൂഷൻ കൊടുത്തതും ശരിക്കും ജഡേജ തന്നെയാണ്, നമ്മുടെ സ്വന്തം രവീന്ദ്ര ജഡേജ. കാരണം എന്താണെന്ന് വെച്ചാൽ 159 റൺസാണ് ശരിക്കും RR ഫസ്റ്റ് ബാറ്റ് ചെയ്തപ്പോൾ എടുത്തത്. പക്ഷേ LSGക്ക് ആ ഒരു ചേസിൽ എത്താൻ പറ്റിയിട്ടുമില്ല. അത് മാത്രമല്ല, ഏകദേശം 40 റൺസിന്റെ തോൽവി, അതായത് വലിയ സ്കോറൊന്നല്ല എത്തിയേക്കണേ, ഒരു ഡീസന്റ് സ്കോറാണ്. വേണമെങ്കിൽ ജയിക്കാൻ പറ്റുന്നത്, പ്രത്യേകിച്ച് LSG ഇത്രയും വലിയ വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാരുള്ള സമയത്ത് അത്ര വലിയ ടഫായിട്ടുള്ള സ്കോറും നല്ല 160 എന്നുള്ളത്. പക്ഷേ ഇന്നലെ അത് നേടാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ആ അവസാനത്തോട്ട് കിട്ടിയ ഒരു 40 റൺസ്. ആ 40 റൺസാണ് ശരിക്കും ഇവിടെ ജയിച്ചിട്ടുള്ളത്. കാരണം നമുക്കറിയാം ജഡേജയുടെ സ്കോർ നോക്കിക്കഴിഞ്ഞാൽ 29 ബോളിൽ 43 റൺസാണ് ആൾ എടുത്തിട്ടുള്ളത്. അതും അത്രയും പ്രഷർ സിറ്റുവേഷനിൽ. കാരണം വിക്കറ്റുകളൊക്കെ ഇങ്ങനെ തുരുതുരാ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജഡേജ അപ്പുറത്തിരുന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മെല്ലെ മെല്ലെ സ്കോർ ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയി ആ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള, അതായത് എക്സ്പീരിയൻസ് എന്താണ്. കാരണം നമുക്കറിയാം ഒരു ടെസ്റ്റ് മാച്ചിൽ നമ്മുടെ ഇന്ത്യനെ തന്നെ ഇതിലും വലിയൊരു പ്രഷർ സിറ്റുവേഷനിൽ രക്ഷിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ രവീന്ദ്ര ജഡേജ, അതുപോലെ തന്നെ നമ്മുടെ രവിചന്ദ്രൻ അശ്വിൻ. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ആൾക്ക് ഓൾറെഡി കണ്ട് പരിചയമുള്ളതാണ്. അപ്പം ആ ഒരു സംഭവം കഴിഞ്ഞൊരു മാച്ചിലും ഇതുപോലെ ജഡേജ ട്രൈ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലത്തേനാണ് അത്രയും ഇമ്പാക്ട് ഉണ്ടായത്. കാരണം മെല്ലെ കളിച്ച് ആ ഒരു സ്കോർ ഇങ്ങനെ നീക്കി കൊണ്ട് വിക്കറ്റുകൾ കളയാതെ, ആളുടെ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ അത് അത്രയും വലിയ വില കൊടുക്കേണ്ടി വരുന്നത് സ്വന്തമായിട്ടുള്ള ഒരു ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെ മെല്ലെ കളിച്ച് അടിക്കേണ്ട സമയത്ത് മാത്രം അടിച്ചു. ഒരു ബോളായിട്ട് അതിന്റെ ഇടയിൽ ഒരു 4 അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ലാസ്റ്റത്തെ ഓവറിൽ അടിയായിരുന്നു. ലാസ്റ്റ് ഓവറിൽ ഏകദേശം 20 റണ്ണ് ഒറ്റയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. 6 ബോളിൽ 20 റൺ, 3 2സും 2 4ഉം 1 6. അതായത് എങ്ങനെ കളിക്കണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, കുറെ വിക്കറ്റുകൾ പോകുന്ന സമയത്ത് സ്കോർ ലോ ആയിട്ടിരിക്കുമ്പോൾ ആ ഒരു പിച്ചിൽ ഏത് രീതിയിൽ കളിക്കണം ഇന്നലെ രവീന്ദ്ര ജഡേജ കാണിച്ചു തന്നു. അതിന്റെ കൂടെ തന്നെ ശുഭം ഡൂബെ എന്ന് പറഞ്ഞൊരു ഇമ്പാക്ട് പ്ലെയർ ഇന്നലെ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഒരു മാച്ചിൽ ഇമ്പാക്ട് ഉണ്ടാക്കേണ്ടത്. ചില മാച്ചിൽ നമുക്കറിയാം വെറുതെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ വന്ന് അടിച്ചു പോകാന്നുള്ള മാത്രമല്ല, ഇന്നലെ അടിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സിലും ആള് നല്ല രീതിയിലുള്ള ശ്രദ്ധ പുലർത്തിയോണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജഡേജക്ക് പറ്റിയ ഒരു പാർട്ട്ണറായിട്ട് അവിടെ ശുഭം ഡൂബെ മാറിയതുകൊണ്ടാണ് ആ ഒരു മാച്ചിൽ ആ ഒരു സ്കോറിലോട്ട് എത്തിയത്. ശരിക്കും നമ്മൾ ഇന്നലെ ജഡേജയുടെ മാച്ച് കാണുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം T20 അങ്ങനെ ടെസ്റ്റ് മാച്ച് കളിക്കുന്നത് എന്തിനാണെന്നൊക്കെ. പക്ഷേ ടെസ്റ്റ് മാച്ച് കളിക്കുന്നത് ഓരോ സെൻസ് അനുസരിച്ചാണ്. ഇപ്പൊ ഇന്നലെ കളിച്ചൊരു സെൻസിബിൾ ഇന്നിങ്സ് ആണ്. കാരണം ആ സമയത്ത് അങ്ങനെയാണ് കളിക്കേണ്ടത്. പക്ഷെ അത് കഴിഞ്ഞ ആള് സ്ട്രൈക്ക് റേറ്റ് കൂട്ടിയിട്ടുണ്ട്. കാരണം അങ്ങനെ അടിക്കാൻ വേണ്ടി പറ്റും വേണം. അല്ലാതെ ജസ്റ്റ് അങ്ങനെ മുട്ടി നിന്ന് പിന്നീട് അങ്ങോട്ട് ഔട്ട് ആവുമ്പോഴും റൺസ് തമ്മിൽ വ്യത്യാസം ഇല്ലാണ്ടാകുമ്പോഴാണ് ആ ഒരു ഇന്നിങ്സിൽ മെച്യൂരിറ്റി കുറയുന്നത്. പക്ഷേ ജഡേജയുടെ ഇന്നിങ്സ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല. 29 പന്തിലാണ് 43 റൺസ് എടുത്തേക്കണേ. അവിടെ ആള് ബോളും റൺസും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കൊണ്ടുവന്നു. ശരിക്കും തോക്കുന്നു വിചാരിച്ച മാച്ച് ജയിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ വേണം പറയാൻ. ഇന്നലെ ശരിക്ക് ബാറ്റ്സ്മാൻമാരുടെ ഒരു മാച്ച് ആയിരുന്നില്ല. കുറച്ചും കൂടി എനിക്ക് ഫീൽ ചെയ്തത് ഒരു ബൗളേഴ്സിന്റെ അല്ലെങ്കിൽ നല്ലൊരു ക്യാപ്റ്റൻസിയുടെ മാച്ച് ആയിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ടുള്ള RR, നമുക്കറിയാം RRന്റെയും ഏറ്റവും വലിയ സ്ട്രോങ് എന്ന് പറയുന്നത് ബാറ്റിംഗ് തന്നെയാണ്. അതും ടോപ്പ് ഓർഡേഴ്സ് ഗംഭീരമായിട്ട് ബാറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളെപ്പോഴും ഒരു 200 മേലെ സ്കോർ RRൽ നിന്ന് പ്രതീക്ഷിക്കും. പക്ഷേ ഇന്നലെ ഫസ്റ്റ് ബോൾ ചെയ്ത LSG ആദ്യത്തെ കുറച്ചു നേരം അടിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തായിരുന്നു. കാരണം ജയ്സ്വാലൊക്കെ നല്ല രീതിയിൽ അടിച്ചിട്ട് തന്നെ നിൽക്കുന്നുണ്ടായി. പക്ഷെ അതിനുശേഷം നമ്മുടെ ഗ്രേറ്റ് ബൗളർ മുഹമ്മദ് ഷമി ബോൾ ചെയ്തപ്പോൾ തന്നെ ആ ഒരു 2 വിക്കറ്റ് അടുപ്പിച്ച് വന്ന 2 വിക്കറ്റിൽ കളി ടേൺ ചെയ്തു LSGയുടെ ഭാഗത്തേക്ക്. അതുപോലെ തന്നെ പിന്നീട് അങ്ങോട്ട് ഓരോ വിക്കറ്റുകളും ഓരോ ടൈമിനനുസരിച്ച് എടുക്കുന്നുണ്ടായിരുന്നു. അത് അങ്ങനെ സ്കോർ അങ്ങനെ മേലോട്ട് കയറ്റാൻ വിടാണ്ട് ഓരോരുത്തർ വരുന്നു, അവരടിക്കുന്നു, അവരടിച്ചു കഴിയുമ്പോൾ തന്നെ അവർ ഔട്ടാക്കി വിടുന്നു. ആ ഒരു പാറ്റേണിൽ അധികം കുറെ ഒരു ലോങ് ഇന്നിങ്സ് ആരെയും കളിക്കാൻ വിടാത്ത രീതിയിലായിരുന്നു മാച്ച് പോയിക്കൊണ്ടിരുന്നത്. ആകെ ആ ഒരു ലോങ് ഇന്നിങ്സ് കളിച്ച് ഇന്നലെ രവീന്ദ്ര ജഡേജ മാത്രമായിരുന്നു. അതായത് ഇന്നലത്തെ ടോപ്പ് സ്കോറർ ആണെന്ന് പറയാം. ജഡേജ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജയ്സ്വാലും അതുപോലെ ഷിംറോൺ ഹെറ്റ്മീർ ആണ് കുഴപ്പമില്ലാത്ത രീതിയിൽ ബാറ്റ് ചെയ്തത്. അവർക്ക് പക്ഷേ വലിയൊരു ഇന്നിങ്സിലോട്ട് പോകാൻ വേണ്ടി പറ്റിയില്ല. LSGയുടെ ബോളിംഗ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിലുള്ള ബോളിംഗ് ആയിരുന്നു കേട്ടോ. കാരണം എല്ലാവരും പിടിച്ചന്നെ ഒരു എക്കണോമി പിടിച്ചന്നെയായിരുന്നു ബോൾ എറിഞ്ഞുകൊണ്ടിരുന്നത്. മയങ്ക് യാദവ് മാത്രമാണ് 4 ഓവറിൽ 50 അടിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ആൾക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് സെലക്ട് ചെയ്ത് അടിച്ചോളൂ തോന്നിട്ടോ. ബാക്കി എല്ലാവർക്കും റൺ അങ്ങനെ കിട്ടിയില്ല. പക്ഷേ മയങ്ക് യാദവ്, എനിക്കൊന്ന് ലാസ്റ്റ് ഓവർ മയങ്ക് യാദവാണ് ചെയ്തത്. 20 റൺ അവിടെ തന്നെ പോയാൽ. ദിഗ്ഗേഷ് ഷാട്ടിക്ക് വിക്കറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും ബോളിംഗ് നന്നായിരുന്നു. കാരണം ആ ഒരു എക്കണോമി പിടിച്ചുകൊണ്ട് തന്നെയാണ് ആൾ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മുഹമ്മദ് ഷമി ആണെങ്കിലും മൊഹസിൻ ഖാൻ ആണെങ്കിലും പ്രിൻസ് യാദവ് ആണെങ്കിലും 3 പേർക്കും 2 വിക്കറ്റ് വെച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എക്കണോമി ആയിട്ടുള്ള ബോളിംഗ് തന്നെയാണ് അവർ ചെയ്തതും. പ്രത്യേകിച്ച് ഇമ്പാക്ട് ആയിട്ടുള്ള 2 വിക്കറ്റായിരുന്നു നമ്മുടെ മുഹമ്മദ് ഷമി എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഒരു ബ്രേക്ക് ത്രൂ തന്നെയായിരുന്നു. മാച്ചിലെ ടേണിംഗ് പോയിന്റും കൂടിയാണ് ആ ഒരു 2 വിക്കറ്റുകൾ. വെടിക്കെട്ടാവാൻ സാധ്യതയുള്ള
ആൾക്കാരുടെ വിക്കറ്റും കറക്റ്റ് ടൈമിൽ, അതായത് ചില പേര് അടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ കറക്റ്റ് ടൈമിൽ ആ രണ്ട് വിക്കറ്റ് എടുത്ത് നമ്മുടെ മോസിൻ ഖാനും പ്രിൻസ് യാദവും അവിടെ ശരിക്കും കറക്റ്റ് സപ്പോർട്ട് കൊടുത്തു നമ്മുടെ മുഹമ്മദ് ഷമിക്ക് വേണ്ടിയിട്ട്. ശരിക്കും ഇന്നലെ LSGയുടെ ബാറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ചെറിയ റൺസ് ചേസ് ചെയ്തിട്ട് ജയിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ആ ഒരു ബാറ്റിംഗ് ഓർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, നമുക്ക് കാണുമ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റത്തെ ആയുഷ് ബദോണിയുടെ ആ റൺഔട്ട് തന്നെ വന്നൊരു കംപ്ലീറ്റ് മിസ്റ്റേക്ക് ആണെന്ന് പറയാം. കാരണം ആ ഒരു മിസ്റ്റേക്കിലൂടെ തന്നെ ഫസ്റ്റത്തെ താളം LSGയുടെ തെറ്റി. അത് കഴിഞ്ഞ് പന്ത് വന്ന് അടിക്കാൻ നോക്കിയപ്പോൾ പന്ത് ഔട്ടായി ബർഗറിന്റെ ബോളിൽ. അത് കഴിഞ്ഞ് നമ്മുടെ മാർക്രം അടിക്കാൻ നോക്കിയപ്പോൾ മാർക്കർ ആർച്ചറിന്റെ ബോൾ ഔട്ടായി. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ആ ഒരു ഫസ്റ്റ് വന്ന മിസ്റ്റേക്കിന്റെ പേരിൽ പിന്നീട് അങ്ങോട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രഷറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സ്കോർ നീങ്ങുന്നുണ്ടായിരുന്നില്ല, അടിച്ചിട്ട് അങ്ങനെ നീങ്ങാത്തൊരു അവസ്ഥയിൽ വന്നപ്പോൾ ഒരു സൈഡിൽ നിന്ന് മിച്ചൽ മാർഷ് ആ സമയത്തും അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് വേറെ കാര്യം, ആൾ അവിടെ നിന്ന് ബൗണ്ടറീസ് ഒക്കെ അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പുറത്തെ വിക്കറ്റുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിക്കോളാസ് പൂരൻ ഒന്ന് ചെറിയ പ്രതീക്ഷ തന്നു, കാരണം മെല്ലെ ഒന്ന് ബിൽഡ് ചെയ്ത് വരെയായിരുന്നു സ്കോർ. ആള് ആ ഒരു ബോൾ റൺസ് തമ്മിൽ അങ്ങനെ മറ്റേ സ്ട്രൈക്ക് റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ അടിച്ച് പോകുമായിരുന്നു. ചിലപ്പോൾ പിന്നീട് അങ്ങോട്ട് അടിക്കാൻ പറ്റുന്നുള്ളൊരു അവസ്ഥയിൽ എത്തുന്ന സമയത്താണ് കറക്റ്റായിട്ട് നമ്മുടെ രവീന്ദ്ര ജഡേജ വന്ന് ആ ഒരു വിക്കറ്റ് എടുത്തതും. ആ ഒരു വിക്കറ്റ് എടുത്ത സമയത്തുള്ള സെലിബ്രേഷൻ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇന്നലെ ഇമ്പാക്ട് പ്ലെയറിനെ വരെ ഇറക്കേണ്ടി വന്നു LSGക്ക്. ഹിമ്മത് സിംഗ് എന്ന് പറഞ്ഞ് ആള് വന്നിട്ട് മെല്ലെയാണ് കളിച്ചത്. പക്ഷെ എന്നാലും ഒരു 6 ഒക്കെ അടിച്ചൊന്ന് മൊമെന്റത്തിലോട്ട് കയറി വന്നപ്പോഴാണ് രവി വിഷ്ണുയുടെ ബോളിൽ ഔട്ട് ആവുകയും ചെയ്തത്. നമ്മുടെ ദിഗ്വേഷ് നാട്ടിക്ക് ഇന്നലെ വിക്കറ്റ് ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ആ ഒരു സിഗ്നേച്ചർ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വിഷ്ണു ആ വിക്കറ്റ് എടുത്ത സമയത്ത് അവിടെ ഒരു സിഗ്നേച്ചർ കൊടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും എനിക്കൊന്ന് അപ്പുറത്തൊന്നും സിഗ്നേച്ചർ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പുറത്തൊന്നും ഒരു സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഹെലികോപ്റ്റർ ഷോട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന ബാറ്റ്സ്മാനാണ് മുകുൾ ചൗധരി. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഫിനിഷറും കൂടിയാണ്. അപ്പം മുകുൾ ചൗധരി കളി ജയിപ്പിക്കുന്നു പിന്നെ വിചാരിച്ചു. കാരണം മിച്ചൽ മാർഷും മുകുൾ ചൗധരിയും ക്രീസിലുള്ളപ്പോൾ ഓക്കെ, കാരണം ഓൾറെഡി ഒരു സ്റ്റാൻഡിംഗ് ആയിട്ട് 50 ഒക്കെ അടിച്ചിട്ട് നിൽക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ്. അതിന്റെ കൂടെ തന്നെ ഇപ്പുറത്ത് നമ്മുടെ മുകുൾ ചൗധരി ഉണ്ട് ഫിനിഷർ. അപ്പൊ രണ്ടുപേരും കൂടി ഉള്ള സമയത്ത് എന്തായാലും കളി ഇവരെങ്ങനെയെങ്കിലും ജയിപ്പിക്കും എന്നുള്ളൊരു സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് മാർഷിന്റെ വിക്കറ്റ് ബർഗറും അതുപോലെ മുകുളിന്റെ വിക്കറ്റ് ബ്രിജേഷ് ശർമ്മ എടുക്കുന്നത്. അപ്പൊ തന്നെ ഏകദേശം കംപ്ലീറ്റ്ലി അസ്തമിച്ചു എന്ന് പറയാം. മുഹമ്മദ് ഷമി വന്നൊരു ക്യാമിയൊക്കെ നടത്തിയായിരുന്നു, കാരണം ഒരു 6 ഒക്കെ അടിച്ചിട്ട്. പക്ഷെ അതിനധികം നീളം ഉണ്ടായിരുന്നില്ല. അങ്ങനെ 18 ഓവർ ആകുമ്പോഴേക്കും 110 റൺസിന് ഓൾ ഔട്ട് ആയി LSG. അങ്ങനെ 40 റണ്ണിന്റെ ഒരു ബിഗ് വിൻ തന്നെ ഇന്നലെ RRന് എടുക്കാൻ വേണ്ടി പറ്റി. RRന്റെ ബോളിംഗ് നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇന്നലെ വിക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല എക്കണോമി പിടിച്ചുകൊണ്ട് തന്നെയാണ് ബോൾ ചെയ്തതും. ജോഫ് ആർച്ചറിന് 3 വിക്കറ്റ് കിട്ടിയ സമയത്ത് ബർഗറിന് 2, ബ്രിജേഷ് ശർമ്മക്ക് 2, അതുപോലെ വിഷ്ണുയ്ക്ക് 1, രവീന്ദ്ര ജഡേജയ്ക്ക് 1. ശരിക്കും ഇന്നലത്തെ മാച്ചിൽ പറയാനുള്ള ഒരു കാര്യമുള്ളൂ. അതായത് ആദ്യം ബോൾ ചെയ്തപ്പം LSG അടിപൊളിയായിട്ട് ബോൾ ചെയ്തു, അടിപൊളിയായിട്ട് പിടിച്ചെന്നെ ബോൾ ചെയ്തു. 159 എന്ന് പറഞ്ഞൊരു സ്കോറിൽ പിടിച്ച് കെട്ടി എന്ന് പറയാം RRനെ. കാരണം RRന് 200 മേലെ സ്കോർ അടിക്കാൻ പറ്റുന്ന ഒരു ടീമാണ്. പക്ഷേ അതിനേക്കാളും നന്നായിട്ട് RR ബോൾ ചെയ്തു എന്നുള്ളതാണ്. കാരണം ആ ഒരു ചെറിയ ടോട്ടലിലോട്ട് കയറാൻ വിടാണ്ട് അത് 110 ഓൾ ഔട്ട് ആക്കിയിട്ട് RR ഗംഭീരമായിട്ട് ബോൾ ചെയ്ത് ആ ഒരു ടീമിനെ പിടിച്ച് കെട്ടി എന്ന് തന്നെ പറയാം. ശരിക്കും നല്ല ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വിൻ തന്നെയായിരുന്നു RR നേടിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇനിയും ശക്തിയുള്ള ഗംഭീരമായിട്ടുള്ള ഇതുപോലത്തെ മാച്ചസ് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം എപ്പോഴും ബാറ്റിംഗ് പവർ മാത്രം കണ്ടാൽ പോരല്ലോ, ബൗളിംഗ് പവറും കൂടി കാണണം. അപ്പൊ എന്തായാലും അടുത്ത മാച്ചിന്റെ വിശേഷങ്ങളായിട്ട് കാണാം. ഉള്ളൂ.